നാടോടിക്കുട്ടിയുടെ തട്ടിക്കൊണ്ടുപോകൽ നാടകം കോഴമോളെ രക്ഷിക്കാൻ ITV ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ മാറ്റി എങ്ങനെയാണ് അടിയന്തര സ്വഭാവമുള്ള ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ നാം കണ്ടത്. മാധ്യമ സിൻഡിക്കേറ്റുകൾ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഈ ട്രാപ്പിൽ വീണത് എന്നറിയുവാൻ പാടില്ല. പക്ഷേ അറിയാതിരിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. ഇന്നലത്തെ മാധ്യമങ്ങളുടെ മുഖ്യ വിഷയമാകേണ്ടിയിരുന്ന വാർത്തയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ രഹസ്യമായി ഇന്നലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ചെന്നൈ ഓഫീസിലെത്തി അരുൺ പ്രസാദ് എന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി നൽകുവാൻ പോയി എന്നൊരു വാർത്ത. ഈ വാർത്ത സമർത്ഥമായി മുക്കാൻ മുൻകൂട്ടി സ്ക്രിപ്റ്റ് ചെയ്ത് നടത്തിയ നാടകമായിരുന്നു നാടോടി ദമ്പതികളുടെ 2 വയസ്സുകാരിയായ മേരി എന്ന കുട്ടിയെ ചാക്കയിൽ നിന്നും വെളുപ്പിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത. വീണയും അഭിഭാഷകനും വളരെ രഹസ്യമായാണ് ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചത്. ചെന്നൈ ഓഫീസിൽ എത്തിയാൽ ആ വാർത്ത ലീക്കായി മാധ്യമങ്ങളിൽ രാവിലെ മുതൽ ബ്രേക്കിംഗ് ന്യൂസായി വന്നു തുടങ്ങും. ആ ദിവസം മുഴുവൻ അന്തിച്ചർച്ചയും ഈ വിഷയത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്തരമൊരു തിരക്കഥ ഒരുക്കിയത്. തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് ഈ വിഷയം വളരെയേറെ ദോഷം ചെയ്യും. ഒരു നാടോടിക്കുട്ടിയുടെ കുഞ്ഞിനെ കാണുവാനില്ല എന്ന വിഷയം എത്ര മെറ്റിക്കുലസ് ആയിട്ടാണ് ഫോളോ അപ്പ് ചെയ്ത് മാധ്യമങ്ങൾ ലൈംലൈറ്റിൽ, അതായത് 19 മണിക്കൂർ നിർത്തിയത് എന്ന് നോക്കുക. അതായത് വീണ ചെന്നൈ SFIO ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി പോയി, എല്ലാം കഴിഞ്ഞ് സേഫായ പോയിന്റ് കഴിയുന്നതുവരെ ഈ വിഷയം കത്തിച്ചു നിർത്തി. 19 മണിക്കൂർ. ഒടുവിൽ കുട്ടിയെ ആരോ കൊണ്ടുവച്ചതുപോലെ ബ്രഹ്മോസിന് പുറകിൽ ഓടയിൽ നിന്നും കിട്ടി, ഒരു പോറൽ പോലുമില്ലാതെ. അതുവരെ ആളുകൾ ശ്വാസമടക്കി പിടിച്ച് ഈ വാർത്ത ശ്രദ്ധിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നു. അങ്ങനെ സമർത്ഥമായി 2 വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ ഉപയോഗിച്ച് വീണയുടെ ചോദ്യം ചെയ്യൽ വിഷയം മുക്കിക്കളഞ്ഞു. ഇത്രയും വിവാദമായ കോഴവിവാദം കത്തി നിൽക്കുമ്പോൾ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത വരുമ്പോൾ എല്ലാം അതിൽ മുങ്ങിപ്പോകുമെന്ന PR ബ്രില്യൻസ് അഥവാ ആർട്ട് ഓഫ് മീഡിയ മാനിപ്പുലേഷനാണ് ഇന്നലെ നാം കണ്ടത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് പേട്ടയിൽ റോഡരിയിൽ കഴിയുന്ന ബീഹാർ സ്വദേശികളായ നാടോടി ദമ്പതികളുടെ കുഞ്ഞിനെ കാണാതായത്. ഉറക്കത്തിനിടയിൽ എന്തോ ശബ്ദം കേട്ടാണ് എഴുന്നേറ്റതെന്നും ഉണർന്നു നോക്കുമ്പോൾ 2 പേർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടതെന്ന് ദമ്പതികൾ പറഞ്ഞു. ഇവരുടെ ബഹളം കേട്ട് എത്തിയ നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചെങ്കിലും യാതൊരു തുമ്പും കിട്ടാതെ പോലീസ് കുഴങ്ങി പോലും. പേട്ട പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ് ഈ സംഭവം അരങ്ങേറിയത്. നഗരത്തിൽ മൊത്തം CCTV ക്യാമറകളും AI ക്യാമറകളും എല്ലാം ഉണ്ട്. എന്നിട്ടും പോലീസിന് ഒരു എത്തും പിടിയും കിട്ടിയില്ലത്രേ. പിന്നെ ഡ്രോൺ വരെ വെച്ച് അന്വേഷിച്ചു. ഒടുവിൽ 19 മണിക്കൂറിന് ശേഷം ആരോ കുട്ടിയെ സുരക്ഷിതമായി ബ്രഹ്മോസിന് പുറകിലുള്ള ഓടയിൽ കൊണ്ടുവച്ചു പോലും. ആരോ ഒരാൾക്ക് ഒരു ഉൾപ്രേരണ ഉണ്ടായതുപോലെ തിരഞ്ഞ ഈ പരിസരത്ത് വീണ്ടും വന്ന് നോക്കിയപ്പോഴാണ് അത്ര കുഞ്ഞിനെ കിട്ടിയത്. വെളുപ്പിന് 2 മുതൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഉണർന്നു പ്രവർത്തിച്ചു. വെളുപ്പിനെ തന്നെ പോലീസിൽ അറിയിച്ചു. പോലീസിനെ അലേർട്ടാക്കി. DGP തന്നെ നേരിട്ട് പല പ്രാവശ്യം കാര്യങ്ങൾ വിളിച്ചു തിരക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങളിൽ ഏറ്റവും വെളുപ്പിനെ തന്നെ ഈ വിവരങ്ങൾ അറിയിച്ചതുകൊണ്ട് ചാനൽ ക്രൂകളെല്ലാം രാവിലെ 8 മണി മുതൽ തന്നെ ഇറങ്ങി പണി തുടങ്ങി സംഭവം പൊലിപ്പിച്ചു. ഉദ്ദേശിച്ചതുപോലെ സംഭവം നന്നായി കത്തി. കോഴമോളുടെ ചെന്നൈ സന്ദർശനം ഈ വാർത്തയിൽ മുങ്ങിപ്പോയി. എന്തായാലും പ്രബുദ്ധ മലയാളികളെല്ലാം ഈ സംഭവം തൊണ്ട തൊടാതെ വിഴുങ്ങി. ഒടുക്കം കുഞ്ഞിനെ കിട്ടിയല്ലോ എന്ന് എല്ലാവരും ആശ്വസിച്ചു. ഇനി 24 മണിക്കൂറിനുള്ളിൽ ഈ കഥ വിസ്മൃതിയിലാകും. ഉദ്ദേശിച്ച കാര്യവും നടന്നു. ആർക്കും ഒരു പരിക്കും പറ്റിയില്ല, പരാതിയുമില്ല. ഓർക്കുക, ശില്പ എന്ന 29കാരി ഇന്നലെ 11 മാസം പ്രായമായ കുഞ്ഞിനെ മാവേലിക്കരയിൽ ഞെക്കിക്കൊന്ന വാർത്ത ഇതിലും പ്രാധാന്യമുള്ള വാർത്തയായിരുന്നിട്ട് പോലും ഈ കോഴമോളെ രക്ഷപ്പെടുത്താനുള്ള ക്യാമ്പയിനിൽ എല്ലാം മുങ്ങിപ്പോയി, അല്ല മുക്കിക്കളഞ്ഞു. ഇനി ഞങ്ങൾ ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തുവിട്ട് കഴിയുമ്പോൾ അതിനുമുണ്ടാവും ഒരു പ്ലാൻ B. ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരനോ മാനസിക രോഗിയോ ആണ് കുട്ടിയെ എടുത്തുകൊണ്ടുപോയത് എന്ന് കണ്ടുപിടിച്ച് അയാളെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതോടെ ആ പ്രശ്നവും പരിഹരിക്കപ്പെടും. എന്തായാലും ഒരു 2 വയസ്സുകാരി നാടോടി പെൺകുട്ടിയെ കൊണ്ട് കോഴമോൾ ഇന്നലെ രക്ഷപ്പെട്ടു. ഇനി ഇതുപോലെ എന്തൊക്കെ നാടകങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് കാത്തിരുന്ന് കാണാം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദനാദാസ് എന്ന യുവ ഡോക്ടറെ പാതിരാത്രിയിൽ ആക്രമിച്ചത് ഇതുപോലെ ഒരു ശ്രദ്ധ തിരിക്കൽ നാടകത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ആക്രമണത്തിൽ അവർ അന്ന് കൊല്ലപ്പെട്ടു. ആ കേസിൽ ഒരു മദ്യപാനായ അധ്യാപകൻ പിടിക്കപ്പെട്ടതിനാൽ ഒരു അന്വേഷണവും അതിനപ്പുറത്തേക്ക് പോയില്ല. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ആ കേസ്
CBI അന്വേഷിക്കണം എന്ന് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സർക്കാർ എതിർത്തത്. ആ കേസ് CBI അന്വേഷിച്ചാൽ സർക്കാരിന് എന്താണ് കുഴപ്പം എന്ന് മാത്രം ആലോചിച്ചാൽ മതി, കാര്യങ്ങളെല്ലാം മനസ്സിലാവും. എന്തായാലും കോഴമോൾ ഇന്നലെ രക്ഷപ്പെട്ടു. താങ്ക്സ് ടു മേരി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.